ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പോയി. ഔസേപ്പിതാവ് തന്റെ കുടുംബത്തെ കാത്ത് പരിപാലിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. സ്വപ്നത്തില് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചപ്പോൾ ഉടനെ തന്നെ തന്റെ കുഞ്ഞിനെയും മാതാവിനെയും സംരക്ഷിക്കാനായിട്ട് രാത്രിയിൽ ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്ന യോസേപ്പിതാവ് ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം ഈശോ നമുക്ക് നൽകുമ്പോൾ നമ്മയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വചനത്തിന് പ്രത്യുത്തരം എത്രയും പെട്ടെന്ന് നൽകാനായിട്ട് നമുക്ക് സാധിക്കണം. യോസേപ്പിതാവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഇത് തന്നെയല്ലേ. കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ വചനം ജീവിതത്തില് പ്രാവർത്തികമാക്കുവാനായിട്ട് യോസേപ്പിതാവ് തയ്യാറായി. സ്വപ്നത്തിൽ ലഭിച്ച അരുളപ്പാടനുസരിച്ച് ആ രാത്രിയിൽ തന്നെ, നാളെ രാവിലെ ആകട്ടെ എന്ന് യോസേപ്പിതാവ് മാറ്റിവെച്ചില്ല, മറിച്ച് ആ രാത്രിയിൽ തന്നെ ദൈവത്തിന്റെ ഹിതം ജീവിതത്തില് നിറവേറ്റുവാനായിട്ട്, പാലിക്കുവാനായിട്ട് യോസേപ്പിതാവ് തയ്യാറായി. ഒരു പരാതിയും പറഞ്ഞില്ല, ഒരു പരിഭവവും പറഞ്ഞില്ല. സംശയിച്ചു നിൽക്കാതെ സന്തോഷത്തോടുകൂടി ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട്, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് സംരക്ഷിക്കുവാനായിട്ട് യോസേപ്പിതാവ്. അതുകൊണ്ടാണ് തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായിട്ട് യോസേപ്പിതാവ് നിൽക്കുന്നത്. നമ്മളൊക്കെ യോസേപ്പിതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കണം. യോസേപ്പിതാവ് നമ്മുടെ ജീവിതത്തില് കാവലായിട്ട് നിൽക്കണം. ദൈവവചനത്തില് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യോസേപ്പിതാവ് ഈ ഒരു വചനം നിർവഹിച്ചപ്പോൾ നമ്മോടും യോസേപ്പിതാവ് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. മോനെ, നിനക്കും ഇതേപോലെ ദൈവത്തിന്റെ വചനം ലഭിക്കാം. ഒരുപക്ഷെ നിന്റെ ഉറക്കത്തിലൂടെ ആയിരിക്കാം, മറ്റു വ്യക്തികളിലൂടെ ആയിരിക്കാം, വിശുദ്ധ ഗ്രന്ഥം നീ വായിക്കുന്നതിലൂടെ ആയിരിക്കാം. പക്ഷെ ഈ വചനം ലഭിക്കുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? നീ ചെയ്യേണ്ടത് ആ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട്, അത് ജീവിതത്തില് പ്രാവർത്തികമാക്കുവാനായിട്ട് നീ തയ്യാറാവണം. പക്ഷേ നമ്മളൊക്കെ എന്ത് ചെയ്യും? അത് നമ്മൾ കാത്തിരിക്കും, കുറച്ച് നാൾ കഴിയട്ടെ. അങ്ങനല്ല, ആ നിമിഷം തന്നെ അല്ലെ, ആ രാത്രിയിൽ തന്നെ യോസേപ്പിതാവ് ദൈവത്തിന്റെ ഹിതം നിറവേറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ നിമിഷം തന്നെ ദൈവഹിതം നിറവേറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തില് നല്ല ഫലങ്ങള് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് പലപ്പോഴും ഈ ഒരു കാര്യമില്ല. നമ്മൾ വചനം പാലിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കും, കുറച്ച് നാളുകൾക്ക് ശേഷമാകട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ നീട്ടിവെക്കുന്ന ഒരു വചനവും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രാവർത്തികമാക്കത്തില്ല. നമ്മൾ തീരുമാനമെടുത്താൽ ആ നിമിഷം മുതല് ആ വചനം പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് യൗസേപ്പിനെ പോലെ ദൈവഹിതം കേൾക്കാനായിട്ട് നമുക്ക് തയ്യാറാവാം. കേട്ടാൽ മാത്രം പോരാ, കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട്, ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അവന്റെ വചനം ഈ ഭൂമിയിൽ നിറവേറ്റി സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.